എടി എടി നോക്കിയേ, വലിയ സപ്പോർട്ടാ. ശരിയാ ശരിയാ. ചുള്ളിക്കരത്തെ നീലോടപ്പെട്ട സിസ്റ്ററിന്റെ മടവും ഈ മടവും ഒരേ ആളാണ് ആക്കിയത്. അതൊക്കെ ഒരു കഥയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. അത്രയും വർഷോ ഇടിഞ്ഞു വീഴോ ആവോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ വീടിന് ഒരു പേരുള്ളത് പോലെ എന്റെ മഠത്തിനും പേര്. അതാണ് വിസ്റ്റേഷൻ സഭ. ാണ് ഈ സഭ സ്ഥാപിച്ചത്. ഈ അപ്പച്ചന്റെ ഫോട്ടോ എന്റെ വീട്ടിലുണ്ടല്ലോ. എന്റെയും വീട്ടിലുണ്ട്. സിസ്റ്ററെ, ഈ അപ്പച്ചൻ എഞ്ചിനീയറായിരുന്നു. മാക്കിയിൽ പിതാവ് കോട്ടയം ഭൂമതിയുടെ മെത്രാനായിരുന്നു. പിതാവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് വിസ്റ്റേഷൻ സഭ. ഇതെല്ലാം വലിയൊരു കഥയാണ്. അതിനെന്താ സിസ്റ്റർ, അതെല്ലാം ടിവിയിലൂടെ കാണിച്ചു തരാം. എടാ തുമ്മി, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായില്ലോ. പക്ഷെ നമ്മുടെ കപ്ലോണത്തിനെ കാണുന്നില്ല. അച്ഛൻ നാളത്തെ പരിപാടിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയായിരിക്കും. എന്നാ വന്ന് അച്ഛനെ കണ്ടിട്ട് വരാം. എല്ലായ്പ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരുക്കങ്ങളെല്ലാം എവിടെ വരെയായി? അച്ഛന്റെ പ്രാർത്ഥനയല്ലേ എല്ലാം ശുഭകരമാക്കും. അച്ഛോ, നാളെ പിതാവിന് ഒരു മംഗളപത്രം സമർപ്പിക്കുന്നത് നല്ലതല്ലേ? അച്ഛനെന്താ ആലോചിക്കുന്നേ? തൊമ്മി, ഞാൻ നമ്മുടെ പെൺമക്കളെ പറ്റി ആലോചിക്കുകയായിരുന്നു. അവർ വല്ല അടുക്കളയിലെ പറമ്പിലെ പണി ചെയ്ത് ജീവിച്ചോളും. അങ്ങനെയല്ല, അവരുടെ നന്മകൾക്കിനു വേണ്ടി ഒരു കന്യകാമഠം സ്ഥാപിക്കുന്നത് നല്ലതല്ലേ? കാര്യം നല്ലത് തന്നെ. മറ്റു രൂപതകളിൽ പോലെ നമ്മുടെ സമുദായത്തിലും ഇത് നടക്കുവോ? ഒരു കന്യകാമഠം വന്ന സമുദായത്തിൽ പുരോഗതിയുണ്ടാവും. അതുകൊണ്ട് നാളെ പിതാവിന് മംഗളപത്രം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യം കൂടി അവതരിപ്പിച്ചാലോ? ഒരു പിടിക്ക് രണ്ട് പക്ഷി കൊള്ളമൊത്തേച്ച. സ്ത്രീ നന്നായാൽ കുടുംബവും അതിലൂടെ സമൂഹവും നന്നാവും. ശോഭിതമേ സുദിനം ചൊരിയുഗദാസരിൽ നിരതം നിൻ തിരുകൃപനാഥ. Avete celebrato il mio giubileo, il modo splendido. Siamo lieti di informare che abbiamo ricevuto il permesso di fondare una nuova congregazione che abbiamo. പിതാവ് പറയുകയാണ്, എന്റെ ജോബിലി നിങ്ങൾ വളരെ നന്നായി ആഘോഷിച്ചു. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു കന്യകാമഠം സ്ഥാപിക്കാനുള്ള അനുവാദവും നൽകിയിരിക്കുന്നു. പ്രാർത്ഥിക്കണമേ പുണ്യപിതാവേ, യാചന കേൾക്കണേ വന്യഗുരു. പ്രാർത്ഥിക്കണമേ പുണ്യപിതാവേ, യാചന കേൾക്കണേ വന്യഗുരു.